ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത നഴ്സസിന് PR എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ PRന് സ്റ്റാർട്ട് ചെയ്യാമോ, ഈ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഒത്തിരി നഴ്സസ് നമ്മളടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആയ ആപ്ര പ്രോസസ്സ് ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ അവർക്ക് PRൻ്റെ പ്രൊസീജിയറും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാവർക്കും അറിയാമല്ലോ, ഓസ്ട്രേലിയയിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഫഷനാണ് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ NCLEX-RN ക്ലിയർ ചെയ്യണം, OSCE ക്ലിയർ ചെയ്യണം, ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്യണം. ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ആപ്ര രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. മിക്ക നഴ്സസും ഓസ്ട്രേലിയയിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നത് ഓസ്ട്രേലിയയുടെ സാലറി, ക്ലൈമറ്റ്, ലൈഫ് സ്റ്റൈല്, പിന്നെ ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കെയർ, ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണം എന്ന് കരുതി തന്നെയാണ് എല്ലാവരും ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ PRലാണ് വരുന്നത്. PR പെർമനൻറ്റ് റെസിഡൻസി, ഓസ്ട്രേലിയയിൽ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിസയാണ്. പല കാറ്റഗറിയിൽ ഈ ഒരു വിസ വരുന്നുണ്ട്. 189, 190, 186 സബ് ക്ലാസ്, അങ്ങനെ പല സബ് ക്ലാസ് വരുന്ന വിസയാണ് PR വിസ. പക്ഷേ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. എപ്പോഴാണ് ഒരു നഴ്സിന് PR പ്രോസസ്സ് ചെയ്യാൻ പറ്റുക, ഈ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക നഴ്സും നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഒന്നുമില്ല, പക്ഷേ PR ആപ്ലിക്കേഷൻ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ PR ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങളുടെ PR ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ പേയ്മെൻറ്റും രണ്ടും കൂടി ഒരുമിച്ച് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്യണമെങ്കിൽ ആപ്ര രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണെന്നുള്ളത് പല നഴ്സസിനും അറിയില്ല. ഇതെനിക്ക് മനസ്സിലായത് നമ്മൾ ഒത്തിരി വീഡിയോസ് ഡെസ്മ ഇൻ്റർനാഷണൽ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇല്ലാതെയും ഓസ്ട്രേലിയയിൽ PR ചെയ്യാം എന്നുള്ളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് കാൻഡിഡേറ്റ്സിനോട് പറയുന്നത് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ PRൻ്റെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇടാമെന്നുള്ളതാണ്. ഡെസ്മ ഇൻ്റർനാഷണൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആപ്ര രജിസ്ട്രേഷൻ എടുക്കും. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനാണത്. ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായ PR ആപ്ലിക്കേഷൻ ചെയ്യും. നമ്മളിവിടെ എമൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് ചാർജ് കളക്ട് ചെയ്യുന്നത് ആദ്യം ലൈസൻസ് പ്രോസസ്സിന് വേണ്ടിയിട്ടും അതിനുശേഷം ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ PRൻ്റെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് സർവീസ്, ആ രീതിയിലാണ് ചെയ്യുന്നത്. മിക്ക ആളുകളും ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ആൻഡ് PRൻ്റെ സർവീസ് ചാർജ് കളക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങളവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് PR അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ നമ്മൾ എമൗണ്ട് അപ്പ് ഫ്രണ്ട് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് ടൈം എടുക്കുകയോ PRൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയോ ചെയ്താൽ അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സിസ്റ്റം ഡെസ്മ ഇൻ്റർനാഷണൽ ഫോളോ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ എമൗണ്ടിൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. ആപ്ര രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തി പ്രോസസ്സാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് PR അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമ്മൾ കാൻഡിഡേറ്റിന് അത്രയും ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുമുണ്ട്. പലർക്കും ഇപ്പോഴും അതറിയില്ല. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ PR ചെയ്യാത്ത കൺസൾട്ടൻസി ആയതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ PR അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആപ്ര രജിസ്ട്രേഷൻ വേണം. സോ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആപ്ര രജിസ്ട്രേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് PRലേക്കുള്ള സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോലും പറ്റില്ല. PRൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ANMAC പ്രോസസ്സ്. ANMACൻ്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വേണ്ട മെയിൻ ഡോക്യുമെൻ്റാണ് ആപ്ര രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സോ രജിസ്ട്രേഷൻ ചെയ്യാത്തൊരു കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ PRൻ്റെ പ്രോസസ്സ് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുക? അതൊരിക്കലും നടക്കില്ല. നിങ്ങൾക്ക് PR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആപ്രയുടെ ലൈസൻസ് മാൻഡേറ്ററി ആണ്. ഈ ആപ്രയുടെ ലൈസൻസ് കിട്ടണമെങ്കിൽ 3 സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം NCLEX-RN കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഏകദേശം ഒരു 4 മുതൽ 6 മാസം വരെ ടൈം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ OSCE ക്ലിയർ ചെയ്യണം. ഈ OSCE ക്ലിയർ ചെയ്യാനുള്ള ടൈമിൻ്റെ ആ ഒരു ഇടയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ 1 ഇയർ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ടൈം എടുക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് PR അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. PRന് അപ്ലൈ ചെയ്യണമെങ്കിൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് ഓസ്ട്രേലിയ ഫോളോ ചെയ്യുന്നത്. 65 പോയിന്റ്സ് ഉള്ള രജിസ്റ്റേർഡ് നഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് PRന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ 65 പോയിന്റ്സ് കൊണ്ട്
കാര്യമില്ല. എത്രയും പോയിന്റ്സ് കൂട്ടാൻ സാധിക്കുമോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ PR-ൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ PR-ൻ്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഒരു 85 പോയിന്റ്സ് ഉള്ള ഒരാളും 65 പോയിന്റ്സ് ഉള്ള ഒരാളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 85 പോയിന്റ്സ് ഉള്ള ആൾക്ക് പെട്ടെന്ന് തന്നെ PR-ൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം സ്റ്റേറ്റ് നോമിനേഷനും നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേസമയം പോയിന്റ്സ് കുറവുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരിക്കും. സോ ഇതെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് PR എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഡെസ്മ ഇൻ്റർനാഷണൽ ത്രൂ ആപ്ര രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റിൻ്റെ മാത്രം PR ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. കറൻ്റ്ലി നമ്മൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കൂടുന്നതിന് പകരം നമ്മൾ ക്വാളിറ്റി ഓഫ് സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് PR ആപ്ലിക്കേഷൻസ് എടുക്കാത്തത്. നിലവിൽ നമ്മളത് എടുക്കുന്നില്ല. ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും അപ്ഡേറ്റ്സ് സർവീസിൽ വരികയാണെങ്കിൽ നമ്മൾ ഡെസ്മ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ കാണുന്ന നഴ്സസ് ഓൾറെഡി ആപ്ര രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നമ്മൾ PR ആപ്ലിക്കേഷൻ ചെയ്യുന്നില്ല. ബട്ട് ആൻമാക് സ്കിൽ അസസ്മെൻറ്റ് എന്നുള്ളൊരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറൊരു സർവീസും നമ്മൾ പുറത്തുള്ള കാൻഡിഡേറ്റ്സിന് കൊടുക്കാറില്ല. ഓസ്ട്രേലിയയുടെ ആണെങ്കിലും ന്യൂസിലൻഡിലെ ആണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. സോ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ദെൻ PR-ലേക്ക് പോവുക. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.